ബാവ നമ്മളതിന്റെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സെലിബ്രിറ്റികളാണ്. റിയാക്ഷൻ വീഡിയോ തെറി വിളിക്കുന്ന ആളുകളുണ്ട്, റിയാക്ഷൻ വീഡിയോ ആളുകൾ ഊക്കുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള കാറ്റഗറിപ്പെട്ട ആളുകളുണ്ട്. ഞങ്ങൾ രണ്ടാളുകളും പല കാറ്റഗറിപ്പെട്ട വീഡിയോ ചെയ്ത ആളുകളാണ്. ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോസ് വരാൻ കാരണം ആരാണ്? മാധ്യമങ്ങളാണ്. കാരണം യൂട്യൂബ് ചാനലുകളാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ് റിയാക്ഷൻ വീഡിയോ കൊണ്ട് അർത്ഥാക്കുന്നത്. ബാബ ഈ പറഞ്ഞിട്ടുള്ള സാധനം വളരെ ജനറലൈസ് ചെയ്ത് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിൽ വളരെ മോശം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ചോരയുള്ളതാണ്. ബാബന്റെ ആ വീഡിയോ നമുക്ക് പറയാം. ഹലോ മൈഗേഷ്, നമ്മൾ ഇൻസ്റ്റയിൽ മൊത്തം വേടാണ്. വേടന്റെ കാര്യം പറയാനല്ല വന്നത്. അതിന്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഇവിടെ അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഇടും. എന്നിട്ട് അതിന്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ആളെ കുറ്റം ഇങ്ങനെ പറയും. നിങ്ങൾ ആരാ ഇവിടെ ഇത്ര മലക്കും എന്തോ എന്ന് പേര് അതിന് പറയിച്ചറിയില്ല. അത് നിങ്ങൾ ഇത്ര മുസാഫിന്റെ നടുവത്തെ കണ്ടാൽ നിങ്ങൾ ആളെ കുറ്റം പറഞ്ഞു. ഞാൻ വേടനെ അനുഭവിച്ച് പറയല്ലോ, ഞാൻ ബാക്കിലെ കാര്യങ്ങൾ പറയാം. ചെറിയ ചെറിയ കാര്യത്തിന് വരും ആൾക്കാരോട് പറയോടൂ. അപ്പൊ വളരെ നിഷ്കളങ്കനാണ്. അടുത്ത ഭാഗത്ത് ഇരിക്കുന്നത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും അതിന് കമന്റിൽ പിന്നെ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. എന്നാലും മാവനോട് പറയാനുള്ളത്, എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും മോശക്കാരല്ല. ഇപ്പൊ ആ വീഡിയോക്ക് താഴെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അതിന് കമന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാം. ബാബ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്നുള്ള കണ്ടന്റുകൾ നമുക്ക് അഭിപ്രായങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിൽ ആത്മീയ തട്ടിപ്പ് ഉണ്ടായിരിക്കും, മതചൂഷണം ഉണ്ടായിരിക്കും, പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കും, ആനുകാലിക വിഷയങ്ങൾ ഉണ്ടായിരിക്കും. അത് വിയോജിപ്പുള്ള ആളുകൾ കമന്റ് ബോക്സിൽ തെറി വിളിക്കും. അത് നമ്മൾ വിഷയം മാത്രമല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ആളുകൾ ചൂണ്ടിക്കാണിക്കും. ഇത് തെറ്റാണെന്ന് പറയും. അതിനർത്ഥം റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതില് എന്ത് ലോജിക്കാണ്? വേടന്റെ ആ ഒരു അധ്വാനത്തിനും വേടന്റെ ആ ഒരു കാഴ്ചപ്പാടിനൊപ്പം തന്നെയാണ് നമ്മളുള്ളത്. വേടൻ ചെയ്തിട്ടുള്ള തെറ്റിനെ നമ്മളെ ന്യായീകരിക്കില്ല. എന്നാൽ പോലും വേടന്റെ പാട്ടിന് അപ്പൊ അപ്പൊ വാവൻ ഇടനെഞ്ചിലാണ്.